ഹലോ പൊന്നൂസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ സെറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാനാണ് വന്നിട്ടുള്ളത്. ഇത് 1 ഇയർ ബർത്ത്ഡേ സെറ്റായിരുന്നു, 20 സൈസിൽ. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഗ്ലിറ്റർ 7 മീറ്റർ 56 വിഡ്ത്തിൻ്റെ, പ്ലെയിൻ നെറ്റ് 6 മീറ്റർ 56 വിഡ്ത്തിൻ്റെ, ക്രൈപ്പ് 1 മീറ്റർ, കോട്ടൺ 1 മീറ്റർ, സ്റ്റിഫ് നെറ്റ് 2 മീറ്റർ. ഇങ്ങനെയാണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഇതിൽ ടോട്ടൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 20.5 മീറ്റർ ടോട്ടൽ ഈ ഒരു ഫ്രോക്ക് സെറ്റിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ്ങാണ് ചെയ്തെടുക്കുന്നത്. യോക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഈ ഒരു 20 സൈസിൽ തന്നെയാണ് ഈ ഒരു ഫ്രോക്കും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ യോക്ക് പാർട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും കൂടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഈ ഒരു യോക്ക് പാർട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ച്, സ്റ്റിച്ചിങ് തുമ്പ് കൂടെ കൂട്ടിയിട്ട് 1 ഇഞ്ചായിരുന്നു, 9 ഇഞ്ചിലാണ് ലെങ്ത്ത്. അതുപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് 20, യോക്ക് ലെങ്ത്ത് ഷോൾഡർ പാർട്ട് വന്നിട്ടുണ്ടായിരുന്നത് 4.5, ആമോളും 4.5, നെക്കിൻ്റെ വൈഡ് 2, നെക്കിൻ്റെ ലെങ്ത്ത് 1.5. ഇങ്ങനെയാണ് ഈ ഒരു യോക്ക് പാർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെ കർവ് ചെയ്തിട്ട് അങ്ങനെയും ആംഹോൾ കർവ് ചെയ്തിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഒരു കർവ് ഷേപ്പും കൊടുക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ക്രൈപ്പ് ലൈനിങ്ങും നെറ്റ് പീസും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്കിൻ്റെ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ടാവും ആ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള കോട്ടൺ ലൈനിങ് 11 ഇഞ്ചിലാണ്, 12.5 നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അത്ര കോട്ടൺ ലൈനിങ് എടുക്കില്ലല്ലോ. അപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണല്ലോ കോട്ടൺ ലൈനിങ് എടുക്കുക. അപ്പോൾ 2 പീസാക്കിയിട്ട് നമുക്ക് 11 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസ് നമ്മൾ കോട്ടൺ പീസ് കട്ട് ചെയ്തെടുത്തു. ശേഷം നമുക്ക് അതുപോലെ തന്നെ ക്രൈപ്പ് ലൈനിങ്ങും 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ വിഡ്ത്തിനെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്, എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്രൈപ്പ് ലൈനിങ് 12 + അര ഇഞ്ച് തയ്യലത്തും കൂടെ കൂട്ടിയിട്ട് 12.5യിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസാക്കിയിട്ട് ഈ ക്രൈപ്പ് ലൈനിങ്ങും 2 പീസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് തന്നെ വെച്ചിട്ട് അതിൻ്റെ മറ്റേ പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. അംബ്രല്ല പീസിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏത് രീതിക്കാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. യോക്ക് പാർട്ടിൻ്റെ നമുക്ക് ആ ഒരു കോട്ടൺ പീസിനനുസരിച്ചിട്ട് ക്രൈപ്പ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ബാക്കിയെല്ലാം ക്ലിയർ ആക്കി കൊടുക്കൽ. നിങ്ങൾക്ക് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മെയിൻ ഫാബ്രിക് 2.5 മീറ്ററാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കരഭാഗം കട്ട് ചെയ്ത് മാറ്റുക. 2.5 മീറ്ററിനെ 2 പീസാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 5 മീറ്റർ ഫ്ലെയർ കിട്ടും. അങ്ങനെയാണ് 5 മീറ്ററിലാണ് ഫ്ലെയർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 പീസാക്കിയിട്ട് എടുക്കുന്നത് 12.5 ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു പിക്കിൽ കാണുന്ന സെയിം ആയിട്ടുള്ള ഫ്രോക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കുറക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രോക്കിൽ കാണാനുള്ള ആ ഒരു ഭംഗിക്കും കുറഞ്ഞ കുറവുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അത്ര മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിങ് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഫ്രോക്ക് കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ അതേ ബാലൻസുള്ള ആ ഒരു പീസുമ്പോൾ തന്നെ നമുക്ക് യോക്കിനുള്ള ആ ഒരു മെറ്റീരിയൽ ആ ബാലൻസുള്ള ആ ഒരു പീസുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് യോക്കിൽ വരുന്നത് പ്ലീറ്റഡ് ടൈപ്പ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഫാബ്രിക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ ഉള്ളിലേക്ക് നല്ലോണം ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ ആ ഓരോ പ്ലീറ്റും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് യോക്കിന് തന്നെ നല്ല ക്ലോത്തും ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ബാലൻസുള്ള പീസും തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഉള്ള ബാലൻസ് തന്നെ നമുക്ക് ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ളതും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയാക്കി കൊടുക്കലാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ബാക്കിയെല്ലാം ക്ലിയർ ആക്കി കൊടുക്കൽ, ഫിനിഷ് ആക്കി കൊടുക്കൽ. പിന്നെ നമുക്ക് സ്കേർട്ട് പോർഷന് മെയിൻ ഫാബ്രിക്കിൻ്റെ അടിയിൽ നമ്മൾ പ്ലെയിൻ നെറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 3 മീറ്റർ പ്ലെയിൻ നെറ്റ് ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം 12 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു പീസ് കൊടുക്കുന്നത്. 2 പീസാക്കിയിട്ട് ഈ ഒരു 3 മീറ്ററിന് എടുക്കുക. അപ്പോൾ 6 മീറ്റർ ഫ്ലെയർ നമുക്കുള്ളിൽ കിട്ടും. പിന്നെ അതിനുള്ളിലായിട്ടൊരു 3 മീറ്ററിലും കൂടി നമ്മൾ
ഒറ്റ ലെയറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതിൽ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ 5 മീറ്റർ പുറത്തേക്കും പിന്നെ ഉള്ളിലേക്ക് 6 മീറ്റർ പിന്നെ അതിനുള്ളിലൊരു 3 മീറ്റർ അങ്ങനെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കസ്റ്റമർ ഇതിന് അത്യാവശ്യം നല്ല മെറ്റീരിയൽ എടുത്തിട്ട് തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ നല്ല മെറ്റീരിയൽ എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര ഉള്ളിൽ ഫ്ലെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിലുള്ള ആ ഒരു ഫ്ലെയർനെസ് കുറച്ചാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ നല്ലോണം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞല്ലോ. ഇനി ആ ഒരു ഫ്രില്ല് കൊടുക്കാനുള്ള ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ മെറ്റീരിയൽ 4 മീറ്റർ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഫുള്ളായിട്ട് 2.5 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു ഫുള്ള് മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതൊന്ന് 2.5 മീറ്റർ പ്ലെയിൻ നെറ്റിലും അതുപോലെ തന്നെ 4 മീറ്റർ ഗ്ലിറ്റർ നെറ്റിലുമാണ് നമ്മൾ ഈ ഒരു ഫ്രില്ലെല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ ഓരോന്നും 2.5 ഇഞ്ചാണ് വിടുത്തുണ്ടായിരുന്നത് കേട്ടോ. ഒരു മെറ്റീരിയൽ നമ്മൾ പ്ലെയിൻ നെറ്റും ഉള്ളിൽ കൊടുക്കും, പുറത്ത് ഗ്ലിറ്ററും കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ ഫ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഗ്ലിറ്റർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉള്ളിൽ പ്ലെയിൻ നെറ്റും പുറത്ത് ഗ്ലിറ്ററും അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഗ്ലിറ്റർ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കേട്ടോ, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിലൊന്നും കൂടെ പറയുകയാണ് നമ്മളെ വ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്നത് നോർമൽ ഫൂട്ട് തന്നെയാണ്, ഫൂട്ടൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പിന്നെ കേസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കേസൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഇതിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ 5 ഇട്ട് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലോണം ടെൻഷൻ നന്നായിട്ട് ടൈറ്റ് ചെയ്തും കൊടുക്കുക. പിന്നെ നല്ല ഉറപ്പില്ല നൂലുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നൂലിടക്കിടക്ക് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു ഫ്രില്ലെല്ലാം ചെയ്തെടുത്തു. ഈ ഒരു ഫ്രോക്കിലെ ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി ഈ ഒരു ഫ്രില്ലും ആ ഒരു ഫ്രില്ല് ആ ഒരു മെയിൻ ഫാബ്രിക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കലാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതം ചെയ്ത് വെച്ചാൽ ആ ഒരു ഫ്രോക്കിൻ്റെ ഏകദേശം പണികളെല്ലാം തീർന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആ ഒരു ഫ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ആ ഒരു മെയിൻ ഫാബ്രിക്ക് വെച്ച് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രില്ലില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഫ്രില്ല് നന്നാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫ്രില്ല് അടിഭാഗത്ത് വരുന്നത് ആ ഒരു ഫ്രില്ല് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും. അപ്പോൾ 3 ലെയർ ആക്കിയിട്ടായിരുന്നു ഈ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു 2.5 ഇഞ്ച് വിടുത്ത് കൊടുക്കുന്നത് 2 ഇഞ്ചിലും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് കസ്റ്റമറിൻ്റെ സജഷനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2.5 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 3 ഫ്രില്ലിലും ഓരോ ലെയറിലും നമുക്ക് കെൻ ലൈസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ കേട്ടോ ചെയ്യാൻ പറ്റും. നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നും കൂടെ ഫ്രോക്കിന് വേറൊരു ഭംഗിയാണല്ലോ കെൻ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഫ്രോക്കിൽ. അപ്പോൾ 3 ലെയറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് പിന്നുള്ളത് ഈ ഒരു ഫ്രില്ല് ഇട്ട ഈ ഒരു പീസിൻ്റെ ആ ഒരു സ്കേർട്ട് പോർഷന് കറക്റ്റ് ആക്കിയിട്ട് വേസ്റ്റിൻ്റെ അവിടെ ചുരുക്കിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മെഷീനിൽ തന്നെ വെച്ചിട്ട് ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക് ചുരുക്കിട്ട് എടുത്ത ശേഷം നമുക്ക് അതുപോലെ തന്നെ ഉള്ളിൽ കൊടുക്കാനുള്ള ആ ഒരു ഫ്ലെയറിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പ്ലെയിൻ നെറ്റ്. ആ ഒരു പ്ലെയിൻ നെറ്റ് 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 3, 3, 6 ആക്കിയിട്ട് ഒറ്റ പീസ് എടുത്തു. പിന്നെ ഒന്ന് വെറും 3 മീറ്ററിൽ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം നമുക്ക് ചുരുക്കിട്ടെടുത്ത് 2 സൈഡും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു നെറ്റിൻ്റെ 3 മീറ്ററിലെ ആ ഒരു ഇതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഒരേപോലെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു വേസ്റ്റിന് കറക്റ്റ് ആക്കിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണല്ലോ. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. സെൻറ്ററിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് അയച്ചിടാനുള്ള ആ ഒരു സ്റ്റിച്ചാണ്. നമുക്ക് മുട്ടുസൂചിയൊന്നും വെച്ച് കൊടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊന്നും കൂടെ ഇതാണ് ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. ഞാൻ ഫസ്റ്റൊക്കെ ചെയ്ത സമയത്ത് മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് അങ്ങനെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അയൺ ചെയ്തിട്ടൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതാണ് എനിക്കൊന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു പീസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് അയച്ചിട്ടാൽ മതി.
അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സൊക്കെ പിൻ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാവും ഒന്നും കൂടെ ഈസി ആയിട്ട് വരിക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് ഫുള്ളായിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട ശേഷം നമുക്ക് ആ ഒരു കോട്ടൺ പീസ് മുകളിൽ വെച്ചിട്ട് ഇത് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ആ ഒരു പോർഷനെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നീങ്ങിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ആ ഒരു കോട്ടൺ പീസും ആ ഒരു മെയിൻ ഫാബ്രിക്കിൽ നിന്ന് നീങ്ങിപ്പോവാതെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ വെച്ച് കൊടുക്കാനുള്ള ആ ഒരു റൗണ്ട് പീസില്ലേ, അത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്രോസ് പീസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഫുള്ള് എത്രയാണ് റൗണ്ട് വരുന്നത് അതൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു 2 ഭാഗത്തും വെച്ച് കൊടുക്കാനുള്ള ആ ഒരു റൗണ്ട് പീസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു സിബിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നത്. 2-3 ടൈപ്പ് രീതിക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു രീതികളൊക്കെ പഠിക്കാം. അപ്പോൾ ഇതുപോലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രോസ് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് 3 ഇഞ്ച് വിടുത്തായിരുന്നു. അത് 2 ആക്കിയിട്ട് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ആ ഒരു നമ്മളെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വരുന്ന അവിടെ 1 ഇഞ്ച് ഒന്ന് ഇടവിട്ടിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്ന രീതി ഒന്നും കൂടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ഫുള്ളായിട്ട് നമുക്ക് 2 ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് ഇടവിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 1 ഇയർ ടു 3 ഇയറൊക്കെ വരെ 1 ഇഞ്ച് തന്നെ ചെയ്തെടുത്താൽ മതി. അതിന് മുകളിലേക്കുള്ള സൈസിലൊക്കെ നമുക്ക് 1.25 1.5 ഇഞ്ച് അങ്ങനെ കൂട്ടിക്കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ആ ഒരു സ്റ്റിച്ചിങ് തുടങ്ങുന്ന ഭാഗത്തും മടക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു എൻഡിങ് വരുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് പുറത്തേക്കാക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ വീഡിയോയും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ, എങ്കിലേ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഏകദേശം ഫുള്ളാവാനായി. അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു പോർഷന് ലാസ്റ്റ് എൻഡിങ്ങിൽ വരുന്ന ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഏകദേശം ഫുള്ളായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ 2 ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാനുള്ള ആ ഒരു സ്ട്രാപ്പും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ലേസ് വെച്ച് കൊടുക്കാനുണ്ട് സ്റ്റോണിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൽ സിൽവർ സീക്വൻസ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ സിൽവറിൽ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്ന ലേസ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ കയ്യിലുണ്ടായിരുന്ന അവൈലബിൾ ആയിട്ടുള്ളത് അവർക്ക് കാണിച്ചപ്പോൾ അവർ ഇത് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗോൾഡൻ ആണോ സിൽവർ ആണോ ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നിയത്? നമ്മളിതിൽ സിൽവർ ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ അത് യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു പോർഷനിലെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് സ്റ്റിച്ചിങ് തുമ്പ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലേസ് വെച്ച് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്യുന്ന പാർട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിൽ ഉൾപ്പെടുത്താതിരുന്നത്. വീഡിയോ ഒത്തിരി ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 1 ഇയർ ബർത്ത്ഡേ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വിങ്സും ബൂട്ടീസും ബോയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ബോയോ എല്ലാം ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു.